ഞാൻ പറഞ്ഞത് അന്ന് 15,000-ന് മുകളിലായിരുന്നു. 15,000-നും 20,000-നും ഇടയിൽ PV അൻവർ വോട്ട് പിടിക്കും എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വോട്ടെല്ലാം പെട്ടിയിലായിരിക്കുന്നു. ആദ്യം തന്നെ പറഞ്ഞ പ്രഡിക്ഷൻ ആണോ ഇത്? അത് വോട്ടെടുപ്പിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു. വോട്ടെടുപ്പിന് ശേഷം പറയുന്നത് കൃത്യമായി 15,000 മുതൽ 20,000 വരെ എന്നുള്ളതാണ് പറയുന്നത്. 20,000-ന് മുകളിൽ പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളൊരു ട്രെൻഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും വഴിക്കടവ് മുതൽ അമരമ്പലം വരെ ഈ കൗണ്ടിങ്ങിനിടയിൽ PV അൻവർ സജീവ ചർച്ചയായി നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിനുശേഷം എന്താണ് PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും വോട്ടെണ്ണലിന്റെ മണിക്കൂറുകൾ PV അൻവർ സജീവ ചർച്ചയാവും. വഴിക്കടവ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ PV അൻവറിന് ഒരു അടിയൊഴുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിലവിലെ ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ എന്ന് പറയുന്നത്. പൊതു ചിത്രം നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വലിയ പ്രതീക്ഷ മുന്നണികൾക്കെല്ലാം തന്നെ ഉണ്ട്. അടിയൊഴുക്കുകൾ വ്യക്തമാണ്. വളരെ കൗതുകകരമായ ഒരു പോയിന്റാണ് അരുൺ നേരത്തെ വിശദീകരിച്ചത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കട്ടെ, എത്ര വോട്ട് PV അൻവർ പിടിക്കും? UDF ക്യാമ്പിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞത് 4,000 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 5,000 എന്നായിരുന്നു. എനിക്കറിയില്ല എത്ര വോട്ട് കിട്ടുമെന്ന്. നിലമ്പൂരിൽ പോയപ്പോൾ PV അൻവറിന്റെ പേരും അവിടുത്തെ ആളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അരുൺ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവസാന ദിവസങ്ങളിൽ PV അൻവറിന് കുറെ കൂടി പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഒരു രക്തസാക്ഷി പരിവേഷം അൻവറിന് കൈവെട്ടുന്നിട്ടുണ്ടോ എന്നതൊക്കെ ഉണ്ട്. അതൊക്കെ വോട്ടെണ്ണുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. PV അൻവറിന് വോട്ട് കുറയുകയാണെങ്കിൽ വോട്ട് നമുക്ക് വരാം. അരുണിന്റെ ഫോൺ കട്ടായി വളരെ വേഗത്തിൽ. ആ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വന്നപ്പോഴാണ് ടെലിഫോൺ കട്ടായത്. വളരെ വേഗത്തിൽ നമ്മൾ തിരികെ എത്തുന്നു. PV അൻവറിന്റെ റോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് എന്നതാണ് അതിന്റെ ഉത്തരമാണ് വളരെ പ്രധാനമായി വോട്ടെണ്ണലിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിജയം പരാജയം അത് വളരെ പ്രധാനമാണെങ്കിലും PV അൻവർ എത്ര വോട്ട് പിടിക്കുന്നു? PV അൻവർ ഇപ്പോൾ അരുൺ പ്രഡിക്റ്റ് ചെയ്യുന്നത് പോലെ 15,000 20,000 വോട്ട് പിടിച്ചാൽ ആരുടെ വോട്ടിൽ കുറവുണ്ടാകും? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി UDF-ൽ ഇനി വോട്ട് കുറയുമോ, അതോ LDF-ന്റെ ക്യാമ്പിൽ നിന്നാണോ വോട്ട് പോവുക? അങ്ങനെയെങ്കിൽ വലിയൊരു മാർജിനിൽ UDF LDF വിജയിക്കുകയാണെങ്കിൽ വിജയിക്കുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. കണക്കൂട്ടുന്നതിൽ PV അൻവറിന് കിട്ടുന്ന 10 വോട്ടിൽ 7 വോട്ട് UDF-ന്റേതാകുമെന്ന് LDF കരുതുന്നു, 7 വോട്ട് LDF-ന്റേതാകുമെന്ന് UDF കരുതുന്നു. അപ്പോൾ പരസ്പരം ആരുടെ വോട്ടാണ് യഥാർത്ഥത്തിൽ PV അൻവർ പിടിക്കാൻ പോകുന്നതെന്ന് മുന്നണികളെ സംബന്ധിച്ചും ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ കണക്കൂട്ടലും മാത്രമാണ്. അത് എത്രത്തോളം ശരിയാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല.